പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. ഒരടി അനങ്ങിയാൽ ഇനി ഇറാൻ എന്നൊരു രാജ്യം പോലും ഈ ഭൂമുഖത്ത് ഉണ്ടാകില്ല. ഭീഷണി മുഴക്കി ട്രംപ്. എന്നാൽ ഈ ട്രംപിന്റെ ഭീഷണിയാകട്ടെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു യുഎസിന്റെ സൈനിക താവളങ്ങൾ ഉൾപ്പെടെയുള്ള 10 ഇടങ്ങളിൽ ശക്തമായ മിസൈൽ ആക്രമണം ഇറാൻ നടത്തിയത്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മാത്രമല്ല ഹോർമുസ് കടലിലൂടെ നീങ്ങിയ പനാമ പതാക ഏന്തിയ AT കിക്കു എന്ന എണ്ണക്കപ്പലിന് നേരെ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായതായിട്ടാണ് വ്യക്തമാക്കുന്നത്. ഖത്തറിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ UAE തുറമുഖം ലക്ഷ്യമിട്ടുകൊണ്ട് നീങ്ങുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായതെന്നും ആക്രമണത്തിൽ പരിക്കുകളോ അല്ലെങ്കിൽ ഓയിൽ ചോർച്ചയോ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് റിപ്പോർട്ട്. അതേപോലെ തന്നെ കപ്പൽ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് US തിരിച്ചടിച്ചതെന്നും ഇറാന്റെ നിരീക്ഷണ സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോൺ ശേഖരണ കേന്ദ്രങ്ങൾ, മൈൻ ലൈൻ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ 10 കേന്ദ്രങ്ങളെയാണ് അമേരിക്കൻ നാവിക വ്യോമസേനകൾ ഇവിടെ ലക്ഷ്യം വെച്ചതെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിന്റെ 38 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സൈന്യം എക്സിലൂടെ തന്നെ പങ്കുവച്ചിരിക്കുകയാണ്. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിൽ ആക്രമണം തുടരുമ്പോൾ ഒട്ടും സുഖകരമല്ലാത്ത ചില വാർത്തകളാണ് ഇപ്പോൾ ലെബനനിൽ നിന്നും പുറത്തു വരുന്നത്. പരസ്പരമുള്ള പോർവിളികളും സംഘർഷവും അയവില്ലാതെ തന്നെ തുടരുന്നതും മറുഭാഗത്ത് ഇസ്രായേൽ ലെബനൻ സംഘർഷം രൂക്ഷമാകുന്നതുമാണ് കാണാൻ സാധിക്കുന്നത്. സമാധാന കരാറിനുള്ള പ്രാഥമിക രൂപരേഖയിൽ ഒപ്പിട്ട മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇസ്രായേൽ അവിടെ വലിയ രീതിയിൽ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. തെക്കൻ ലെബനനിലെ നപാട്ടിയ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. മേഖലയിലുള്ള ഇസ്രായേൽ സൈന്യത്തിനും ഭീഷണിയായ ഭീകരവാദങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണം നടത്തിയെന്നതാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. വാഷിംഗ്ടണിൽ നടന്ന 5 ഘട്ട ചർച്ചകൾക്ക് ശേഷം വെള്ളിയാഴ്ചയാണ് US-ഉം ലെബനനും ഇസ്രായേലും അവിടുത്തെ സമാധാന കരാറിന്റെ പ്രാഥമിക രൂപരേഖയിൽ ഒപ്പിട്ടത്. ഇസ്രായേൽ അധിനിവേശത്തിനായുള്ള 2 പ്രദേശങ്ങളുടെ നിയന്ത്രണം ലെബനന്റെ ഔദ്യോഗിക സൈന്യത്തിന് വിട്ടു നൽകുക, ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള അനൌദ്യോഗിക സായുധ സേനകളെ നിരായുധരാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കരാറിൽ ഉണ്ടായിരിക്കുന്നത്. ലെബനനിൽ നിന്നും ഇസ്രായേൽ സേനയുടെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പിന്മാറ്റം, അവിടെ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ പൂർണ്ണമായ പരമാധികാരം ലെബനൻ സായുധ സേനയ്ക്ക് കൈമാറുന്നു എന്നതാണ് കരാറിന്റെ അന്തിമ ലക്ഷ്യമായി തന്നെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇറാന്റെ മുൻ പരമാധികാരി അയത്തുള്ള അലി ഖൊമേനിയെ വധിച്ചതിന് പ്രതികാരമായി തന്നെ മാർച്ച് 2-ന് ഹിസ്ബുള്ള ഇസ്രായേലിന് മേൽ വ്യോമാക്രമണം നടത്തിയതായാണ് ലെബനൻ ഇവിടെ പ്രത്യക്ഷമാവുന്നത്. അതുപോലെ തന്നെ തുടർന്നുകൊണ്ട് ലെബനനെ ശക്തമായി തന്നെ ആക്രമിച്ച ഇസ്രായേൽ അധികാരം വൈകാതെ തന്നെ കരയുദ്ധം ആരംഭിക്കുകയും യുദ്ധത്തിൽ ഇതുവരെ തന്നെ 4200 പേരാണ് ലെബനനിൽ മാത്രം മരിച്ചത്. ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചത് കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനും സമാധാനം നിലനിർത്തുന്നതിനുമായുള്ള നിർണായക കരാറിൽ ഇറാനുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഏറെക്കുറെ പ്രതീക്ഷയോടെയായിരുന്നു ലോകം ഇതിനെ ഉറ്റുനോക്കേണ്ടതെന്നും എന്നാൽ കരാർ ഒപ്പിട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും വ്യവസ്ഥകൾ അവിടെ കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രത്യാക്രമണ പരമ്പരകളാണ് ഇവിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നത് എന്നതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ലോകത്തെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.